ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മിഥുൻ ചക്രവർത്തിക്ക് ഒക്ടോബർ 8-ന് അവാർഡ് സമ്മാനിക്കും. സ്വർണ്ണ കമലവും 1 ലക്ഷം രൂപയുമാണ് പുരസ്കാരം. ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, എപ്പോഴായിരുന്നു പുരസ്കാര പ്രഖ്യാപനം? വിവരങ്ങൾ എന്ത്? ഇന്ന് രാവിലെ വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് മിഥുൻ ചക്രവർത്തിക്ക്, പ്രശസ്ത ബംഗാളി നടൻ, ബോളിവുഡ് നടൻ കൂടിയായ മിഥുൻ ചക്രവർത്തിയെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് തെരഞ്ഞെടുത്ത വിവരം പ്രഖ്യാപിച്ചത്. 8-ാം തീയതി ദേശീയ ഫിലിം അവാർഡ് നൽകുന്ന ചടങ്ങിൽ വെച്ച് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകും. മുൻ രാജ്യസഭാ അംഗമാണ് മിഥുൻ ചക്രവർത്തി എന്ന ഗൗരംഗ ചക്രവർത്തി. നിരവധി സിനിമകളിൽ, ബംഗാളി സിനിമകളിലും അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തമായ ബോളിവുഡ് ചിത്രങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായി ഡിസ്കോ ഡാൻസ് പ്രചരിപ്പിച്ച, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തിയ ഒരു നടനാണ് മിഥുൻ ചക്രവർത്തി. ഡിസ്കോ ഡാൻസർ എന്നുള്ള സിനിമയിലൂടെ അദ്ദേഹം ഏറെ പ്രശസ്തനാവുകയും ചെയ്തു. മൃണാൾ സെന്റെ മൃഗയയിൽ 1976 പുറത്തിറങ്ങിയ മൃഗയയിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനുള്ള അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി ചിത്രങ്ങൾ, ഏറ്റവും ഒടുവിൽ അഗ്നിപത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ഫിലിം ഫെയറിന്റെ മികച്ച സഹനടനുള്ള അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മൃഗയിൽ അദ്ദേഹത്തിന് മൃണാൾ സെൻ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. ആ സിനിമയിൽ നായക വേഷത്തിൽ വന്നാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തിയിലേക്ക് വരുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. മിഥുൻ ചക്രവർത്തിക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. 1975 മുതൽ ഇങ്ങോട്ട് വളരെ സജീവമായ സിനിമ ജീവിതമാണ് മിഥുൻ ചക്രവർത്തിയുടേത്. 3 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച ഓൺ സ്ക്രീൻ ഡാൻസർ എന്ന സവിശേഷത കൂടി അദ്ദേഹത്തിനുണ്ട്. ഏതായാലും അദ്ദേഹത്തെ തേടി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്തിയിരിക്കുകയാണ്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.